വെൽക്കം ടു സ്റ്റഡി ടൈം. ഫസ്റ്റ് ടെർമിനൽ ഇവാലുവേഷൻ 2024-25 വർഷത്തെ ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ആൻസർ ചെയ്യാം. ടോട്ടൽ സ്കോർ 20, ടൈം 40 മിനിറ്റാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 1 മുതൽ 4 വരെയുള്ള ക്വസ്റ്റ്യനുകൾ തന്നിട്ടുണ്ട്. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വീതമാണ്. അതിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് ആൻസർ ചെയ്താൽ മതി. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മച്ച് ടൈം ഡസ് ലൈറ്റ് ടേക്ക് ടു ട്രാവൽ 3 lakh കിലോമീറ്റർ ഇൻ വാക്വം? പ്രകാശം ശൂന്യതയിൽ വാക്വത്തിൽ 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയമെടുക്കുന്നു? അതിൻ്റെ ആൻസർ 1 സെക്കൻഡ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ റിലേഷൻ ഓഫ് ദി ഫസ്റ്റ് പെയർ ആൻഡ് കംപ്ലീറ്റ് ദ സെക്കൻഡ് പെയർ. ആദ്യത്തെ പെയർ വെക്റ്റർ ക്വാണ്ടിറ്റിയാണ് വന്നേക്കുന്നത്, അത് വെലോസിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ സ്കെയിലാർ ക്വാണ്ടിറ്റി വരുന്നത് സ്പീഡാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ് ഡൗൺ ദ കറക്റ്റ്ലി റിട്ടേൺ യൂണിറ്റ് ഫ്രം ദോസ് ഗിവൺ ബിലോ. തന്നിരിക്കുന്ന യൂണിറ്റുകളിൽ കറക്റ്റായിട്ട് എഴുതിയിരിക്കുന്ന യൂണിറ്റ് ഏതാണെന്ന്. ഇതിൽ വോൾട്ടും കെൽവിനും ആംബിയറും ഒക്കെ എഴുതിയേക്കുന്നത് ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. യൂണിറ്റുകൾ ലെറ്റേഴ്സിൽ എഴുതുമ്പോൾ സ്മോൾ ലെറ്റർ എഴുതാൻ പാടുള്ളൂ. അപ്പോൾ തന്നിരിക്കുന്നതിൽ പാസ്കലാണ് ശരിയായ രീതിയിൽ എഴുതിയിട്ടുള്ളത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, SI യൂണിറ്റ് ഓഫ് ഫോഴ്സ് ഈസ് ന്യൂട്ടൺ. അടുത്തത്, ആൻസർ എനി 4 ക്വസ്റ്റ്യൻസ് ഫ്രം 5 to 9 ഈച്ച് ക്യാരീസ് 2 സ്കോർ. 5 മുതൽ 9 വരെയുള്ള ക്വസ്റ്റ്യനുകളിൽ 4 എണ്ണത്തിന് ആൻസർ ചെയ്യുക, ഓരോന്നിനും 2 മാർക്ക് വീതം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, എ ട്രാഫിക് സൈൻ ബോർഡ് കോമൺലി സീൻ ഓൺ പബ്ലിക് റോഡ് സൈഡ് ഈസ് ഗിവൺ. പബ്ലിക് റോഡുകളിൽ കാണാറുള്ള സൈൻ ബോർഡാണ് ഇവിടെ തന്നിരിക്കുന്നത്. എ ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദീസ് പിക്ചർ റെപ്രസെൻറ്റ്? ഈ പിക്ചർ എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന്. അത് സീബ്ര ക്രോസിംഗ് ആണ് അല്ലേ. ബി ക്വസ്റ്റ്യൻ നോക്കാം. സജസ്റ്റ് എനി 2 ways ടു റെഡ്യൂസ് റോഡ് ആക്സിഡൻറ്റ്സ് ഓഫ് പെഡസ്ട്രൈൻസ്. കാൽനട യാത്രക്കാർക്ക് റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും 2 മാർഗ്ഗങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ എഴുതാം, വാക്ക് ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദ റോഡ്. രണ്ടാമത്തെ, ക്രോസ് ഓൺലി അറ്റ് ദ സീബ്ര ക്രോസിംഗ്. ആറാമത്തെ ക്വസ്റ്റ്യൻ, എ ചൈൽഡ് മെഷേഴ്സ് ദ ടോട്ടൽ തിക്നെസ് ഓഫ് ദ പേപ്പേഴ്സ് ഓഫ് ഹിസ് സയൻസ് ഡയറി ഹാവിംഗ് 200 ഷീറ്റ്സ് ആൻഡ് ഫൈൻഡ് ഇറ്റ് ടു ബി 2 centimeter. ഫൈൻഡ് ദ തിക്നെസ് ഓഫ് വൺ ഓഫ് ദീസ് പേപ്പേഴ്സ് ഇൻ SI യൂണിറ്റ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്, ഒരു കുട്ടി തൻ്റെ സയൻസ് ഡയറിയിലെ 200 ഷീറ്റുകളുടെ കനം അളന്നു കണ്ടെത്തി. അത് 2 സെൻറ്റിമീറ്റർ ആണെന്ന് കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ SI യൂണിറ്റിൽ ഈ പേപ്പറുകളിൽ ഒന്നിൻ്റെ കനം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെ കണ്ടെത്താൻ പറ്റും? 200 ഷീറ്റുകളുടെ കനം 2 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഒരു ഷീറ്റിൻ്റെ കനം എന്ന് പറഞ്ഞാൽ 2/200, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/100 എന്ന് കിട്ടും. അപ്പോൾ 0.01 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് SI യൂണിറ്റിൽ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 0.01 ഡിവൈഡഡ് ബൈ 100, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.0001 മീറ്റർ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സ്പീഡ് ഓഫ് എ മോട്ടോർ കാർ ഇൻക്രീസസ് ഫ്രം 4 meter per second to 16 meter per second in 3 seconds. വാട്ട് ഈസ് ദ ആക്സിലറേഷൻ ഓഫ് ദി കാർ? ഒരു കാറിൻ്റെ സ്പീഡ് 3 സെക്കൻഡിൽ 4 meter per second നിന്നും 16 meter per second ആയി ഇൻക്രീസ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാറിൻ്റെ ആക്സിലറേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ഇനീഷ്യൽ വെലോസിറ്റി U എന്ന് പറയുന്നത് 4 meter per second, ഫൈനൽ വെലോസിറ്റി V എന്ന് പറയുന്നത് 16 meter per second ആണ്. ടൈം T is equal to 3 സെക്കൻഡ്. ആക്സിലറേഷൻ കാണാനുള്ള ഇക്വേഷൻ A is equal to V minus U by T. അപ്പോൾ ഈ ഇക്വേഷനിൽ ഈ വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. A is equal to V എന്ന് പറഞ്ഞാൽ 16 മൈനസ് U എന്ന് പറഞ്ഞാൽ 4 ഡിവൈഡ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ 3 സെക്കൻഡ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 16 നിന്ന് 4 കുറയ്ക്കുമ്പോൾ 12, 12/3, ദാറ്റ് ഈസ് ഈക്വൽ ടു 4 meter per second സ്ക്വയർ ആയിരിക്കും ആക്സിലറേഷൻ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, അനലൈസ് ദ ടേബിൾ ഗിവൺ ബിലോ ആൻഡ് ഫൈൻഡ് വിച്ച് ഫോഴ്സ് ഈസ് ഫെൽറ്റ് ഇൻ ഈച്ച് സിറ്റുവേഷൻ. തന്നിരിക്കുന്ന സിറ്റുവേഷനിൽ ഏത് ഫോഴ്സാണ് അനുഭവപ്പെടുന്നതെന്ന് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത്, എ കോക്കനട്ട് ഫോളിങ് ഫ്രം എ കോക്കനട്ട് ട്രീ. ഫോഴ്സ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. നെക്സ്റ്റ്, മാഗ്നറ്റ് അട്രാക്ട്സ് ആൻ അയൺ നെയിൽ. അവിടെ ഏതായിരിക്കും? മാഗ്നറ്റ് ആയതുകൊണ്ട് നമുക്ക് പറയാം മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയാം. അടുത്തത്, പ്ലാസ്റ്റിക് സ്കെയിൽ റബ്ഡ് ഓൺ ഹെയർ അട്രാക്ട് പീസസ് ഓഫ് പേപ്പർ.
ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് മുടിയിൽ റബ്ബ് ചെയ്തിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് സ്കെയിൽ കടലാസ് കഷ്ണങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്നു എന്ന്. ഇവിടെ ഏത് തരത്തിലുള്ള ഫോഴ്സാണ് അനുഭവപ്പെടുന്നതെന്ന്. ഇവിടെ നമുക്ക് പറയാം ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയാം. ഓക്കെ. 9ാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ ദ ഫോളോയിങ് യൂണിറ്റ്സ് ഇൻ ഡിസെൻഡിങ് ഓർഡർ ഓഫ് ദർ വാല്യൂസ്. തന്നിരിക്കുന്ന വാല്യൂസിനെ വലുതിൽ നിന്നും ചെറുതിലേക്ക് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം. അതിൽ ആൻസർ വരുന്നത് 2 കിലോമീറ്റർ, 2 മീറ്റർ, 2 സെൻറ്റിമീറ്റർ, 2 മില്ലിമീറ്റർ. ബിയിൽ വരുന്നത് 5 ക്വിൻ്റൽ, 5 കിലോഗ്രാം, 5 ഗ്രാം, 5 മില്ലിഗ്രാം. അടുത്ത് നോക്കാം. ആൻസറിങ് 3 ക്വസ്റ്റ്യൻസ് ഫ്രം 10 to 13. ഈച്ച് ക്യാരീസ് 3 സ്കോർ. 10 മുതൽ 13 വരെയുള്ള ക്വസ്റ്റ്യനുകളിൽ ഏതെങ്കിലും 3 ആൻസർ ചെയ്താൽ മതി. ഓരോന്നിനും 3 മാർക്ക് വീതം. 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 3 figures of 3 different liquids taken in a glass beaker are given. X denote kerosene, Y fresh water and Z saline water. 3 ബീക്കറിൽ 3 ലിക്വിഡുകൾ തന്നിട്ടുണ്ട്. അതിൽ എക്സ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത് കെരോസിൻ മണ്ണെണ്ണയും, വൈ ഫ്രഷ് വാട്ടറും, സെഡ് ഉപ്പ് ലായനിയുമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നു ഫൈൻഡ് ദ കറക്റ്റ് ഫിഗർ. തന്നിരിക്കുന്നതിൽ കറക്റ്റ് ഫിഗർ ഏതാണെന്ന്. അപ്പോൾ നമുക്കിതിൽ നിന്നും ഫിഗർ ബി നമുക്ക് സെലക്ട് ചെയ്യാം. കാരണം ഇവിടെ ഡെൻസിറ്റി ഏറ്റവും കുറവുള്ളത് കെരോസിനാണ്. ഏറ്റവും ഡെൻസിറ്റി കൂടുതൽ ഉപ്പുവെള്ളത്തിനാണ് ഡെൻസിറ്റി കൂടുതൽ. അതുകൊണ്ട് തന്നെ അത് ഏറ്റവും താഴെയായിരിക്കും. അതിൻ്റെ ഇടയിലാണ് എന്ത് വരുന്നത്, ഫ്രഷ് വാട്ടർ വരുന്നത്. അപ്പോൾ ഏറ്റവും ഡെൻസിറ്റി കുറഞ്ഞ കെരോസിനാണ് ഏറ്റവും മുകളിൽ വരുന്നത്. അതുകൊണ്ട് ഫിഗർ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ബി ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത് ജസ്റ്റിഫൈ യുവർ ആൻസർ. നീ അതിലേക്ക് എത്താനുള്ള കാരണം എന്താണെന്ന്. അപ്പോൾ നമുക്ക് പറയാം എന്താ, ഡെൻസിറ്റിയിലുള്ള വ്യത്യാസം കൊണ്ടാണ് കെരോസിൻ ഏറ്റവും മുകളിൽ വരുന്നത്. ദർ ഡെൻസിറ്റീസ് ആർ നോട്ട് സെയിം. ദ ഡെൻസിറ്റി ഓഫ് kerosene less denser than that of water, so it float on water. 11ാമത്തെ ക്വസ്റ്റ്യൻ, ഫിഗർ ഷോസ് എ ഡിവൈസ് യൂസ്ഡ് ഇൻ മോട്ടോർ വെഹിക്കിൾസ്. നെയിം ദ ഡിവൈസ്. ചിത്രത്തിൽ തന്നിരിക്കുന്ന ഡിവൈസ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന സ്പീഡോമീറ്ററാണ്. ബി ക്വസ്റ്റ്യൻ, ഹൗ മച്ച് ടൈം വിൽ ഇറ്റ് ടേക്ക് ഫോർ എ വെഹിക്കിൾ ടു കവർ എ ഡിസ്റ്റൻസ് ഓഫ് 90 കിലോമീറ്റർ അറ്റ് 60 km/h റേറ്റ്. പറഞ്ഞിരിക്കുന്നത് മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ 90 കിലോമീറ്റർ സഞ്ചരിക്കാൻ ഒരു വാഹനത്തിന് എത്ര സമയമെടുക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഡി തന്നിട്ടുണ്ട് 90 കിലോമീറ്റർ, എസ് തന്നേക്കുന്നത് 60 കിലോമീറ്റർ, സ്പീഡാണ് എസ്. അപ്പോൾ നമുക്ക് സ്പീഡ് കാണുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം, അതായത് എസ് ഇസ് ഈക്വൽ ടു ഡി ബൈ ടി ആണ്. ഇതിൽ നമുക്ക് ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ടി കാണാനുള്ള ഇക്വേഷൻ ടി ഇസ് ഈക്വൽ ടു ഡി ബൈ എസ്. ഇവിടെ ഡി തന്നിരിക്കുന്നത് 90, എസ് 60. അപ്പോൾ 90/60 ഈക്വൽ ടു 0 ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ 9/6 ദാറ്റ് ഇസ് ഈക്വൽ ടു 1.5 അവർ. 12ാമത്തെ ക്വസ്റ്റ്യൻ, വി നോ അബൌട്ട് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ആൻഡ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. വാട്ട് ഈസ് മീൻ ബൈ ഡിറൈവ്ഡ് യൂണിറ്റ്സ്? ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ units which are expressed in terms of fundamental units or those units which are dependent on fundamental units are derived units. Next question, B question, based on which fundamental unit is area expressed? Area express ചെയ്യുന്നത് ഏത് യൂണിറ്റിലാണ്? മീറ്ററിലാണ്. നെക്സ്റ്റ് സി, റൈറ്റ് ഡൗൺ ദ യൂണിറ്റ് ഓഫ് ഡെൻസിറ്റി. ഡെൻസിറ്റിയുടെ യൂണിറ്റാണ് kg/m³. 13ാമത്തെ ക്വസ്റ്റ്യൻ, എ ക്രിക്കറ്റ് ബോൾ thrown vertically upwards went up to a height 10 meter and fell back to the hand itself. മുകളിലേക്ക് എറിഞ്ഞ ഒരു ക്രിക്കറ്റ് ബോൾ 10 മീറ്റർ ഉയരത്തിൽ പോയിട്ട് കയ്യിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബോൾ. നമുക്കിതിൻ്റെ ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് പറയാം, ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബോൾ ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് അപ്പ് പ്ലസ് ഡിസ്റ്റൻസ് ഡൗൺ. അതായത് മുകളിലേക്ക് പോകാൻ 10 മീറ്ററും താഴത്തേക്ക് വരാൻ 10 മീറ്റർ എടുത്തു. അപ്പോൾ ടോട്ടൽ 20 മീറ്റർ ആയിരിക്കും എടുക്കുന്നത്. ബി ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ബോൾ വെൻ ഇറ്റ് ഫെൽ ബാക്ക് ഇൻ ദ ഹാൻഡ്. അപ്പോൾ ഇത് മുകളിലേക്ക് പോയിട്ട് തിരിച്ച് കയ്യിലേക്ക് തന്നെ വരുമ്പോഴുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതായത് ഒരു സ്ഥലത്ത് നിന്നും പോയി ആ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു വരുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് അവിടെ 0 ആയിരിക്കും. സി ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് the ball returns with an acceleration 10 meter per second square,
വാട്ട് വിൽ ബി ഇറ്റ്സ് വെലോസിറ്റി ആഫ്റ്റർ 0.5 സെക്കൻഡ്. ബോൾ ഒരു 10 മീറ്റർ പെർ സെക്കൻഡ് ആക്സലറേഷനിൽ 5 സെക്കൻഡ് സമയം കൊണ്ട് തിരിച്ചെത്താമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ v=u+at ആണ്. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുണ്ട് a 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ തന്നിട്ടുണ്ട്, t 0.5 സെക്കൻഡ് തന്നിട്ടുണ്ട്. ഇനീഷ്യൽ വെലോസിറ്റി u എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ u എന്ന് പറയുന്നത് 0 പ്ലസ് a 10 ഇൻറ്റു t എന്ന് പറയുന്നത് 0.5. അപ്പോൾ v=5 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. അപ്പോൾ ഓക്കെ ഡിയേഴ്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.